Hello, welcome to Enlearn. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. A region of eukaryotic chromosome is heavily transcribed by RNA polymerase. Given below are few properties of such chromatin. And our question is choose the option that has all correct properties. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് പ്രോപ്പർട്ടീസ് മാത്രം പറയുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. നമ്മളുടെ 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ DNA is 1 hypersensitivity, option B high CpG methylation, option C occupied by macro H2A, and option D high histone acetylation. അപ്പോൾ യൂക്കാരിയോട്ടിക് ക്രോമസോമിനെ RNA പോളിമറേസ് ഹെവിലി ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ഒരു കേസാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലം എന്തായാലും യൂക്രോമാറ്റിനൈസ്ഡ് ആയിരിക്കും. യൂക്രോമാറ്റിനൈസേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റീജിയനിൽ മാത്രമാണ് RNA പോളിമറേസിന് ട്രാൻസ്ക്രിപ്ഷൻ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ യൂക്രോമാറ്റിനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ജീനിന്റെ റീജിയന് കുറച്ച് പെക്യുലാരിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഹെട്രോക്രോമാറ്റിനൈസേഷൻ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ചില പെക്യുലാരിറ്റീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ 4 ഓപ്ഷൻസും എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ DNA is 1 hypersensitivity ആണ്. DNA is 1 hypersensitivity is a measure of chromatin accessibility that refers to region of chromatin that are sensitive to cleavage by the DNA is 1 enzyme. അതായത് DNA is 1 എൻസൈമിന് ക്ലീവ് ചെയ്യാൻ സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയനുകളെയാണ് നമ്മൾ DNA is 1 hypersensitivity regions എന്ന് വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ DNA is 1 എന്ന് പറയുന്ന ഒരു എൻസൈം വന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ക്ലീവായി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഹെട്രോക്രോമാറ്റിനൈസേഷൻ നടക്കാൻ പാടില്ല. അതായത് ആ റീജിയൻ ഓൾറെഡി ആക്റ്റീവ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് പുറത്തുനിന്ന് ഒരു എൻസൈമിന് വന്നിട്ട് അവരെ ക്ലീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് വൺ പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഹിസ്റ്റോൺ വേരിയൻസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ സി ഓപ്ഷൻ ആയിട്ടുള്ള ഓക്യുപ്പൈഡ് ബൈ മാക്രോ H2A എന്ന് പറയുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹിസ്റ്റോണിന് ഒത്തിരി വേരിയൻസ് ഉണ്ട്. ഹിസ്റ്റോണിന് എന്ന് പറയുമ്പോൾ നമുക്ക് 4 H2A, H2B, H3, H4 വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള മാക്രോ H2A എന്ന് പറയുന്നത് H2A അതായത് ക്ലാസിക്കൽ ഹിസ്റ്റോണിന്റെ പാർട്ടായിട്ടുള്ള H2A വാരിയന്റ് ആയിട്ടുള്ള ഒന്നാണ് മാക്രോ H2A എന്ന് പറയുന്നത്. ഹിസ്റ്റോൺ വാരിയൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ 4 സ്റ്റാൻഡേർഡ് ഹിസ്റ്റോൺസിനെ റീപ്ലേസ് ചെയ്തിട്ട് അവരുടെ ഫംഗ്ഷൻ ഓൾട്ടർ ചെയ്യാന്ന് പറയുന്നതാണ് ഹിസ്റ്റോൺ വേരിയൻസിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള മാക്രോ H2A എന്ന് പറയുന്നത് H2A ഒരു ഹിസ്റ്റോൺ വേരിയന്റ് ആണ്. അത് ലാർജസ്റ്റ് ഓഫ് ദി H2A വേരിയൻസ് ആൻഡ് ഇസ് ഫൗണ്ട് ഇൻ വെർട്ടിബ്രേറ്റ്സ്. എല്ലാ വേരിയൻസും അതായത് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഹിസ്റ്റോൺസിന്റെ എല്ലാത്തിന്റെയും H2A, H2B, H3, H4 എന്ന് പറയുന്ന 4 പേരുടെയും എല്ലാ സ്റ്റാൻഡേർഡ് ഹിസ്റ്റോൺസിന്റെ വേരിയൻസും നമ്മുടെ വെർട്ടിബ്രേറ്റ്സിൽ കാണുന്നുള്ള ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ H2A വേരിയന്റ് ആയിട്ടുള്ള മാക്രോ H2A എന്ന് പറയുന്നത് വെർട്ടിബ്രേറ്റ്സിൽ പ്രസന്റ് ആയിട്ടുള്ള ഒന്നാണ്. H2A വേരിയൻസിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒന്നുമാണ് ഇപ്പൊ പറഞ്ഞ മാക്രോ H2A. മാക്രോ H2A മമേലിയൻ ക്രോമോസോം എക്സ് ഇനാക്ടിവേഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. എക്സ് ഇനാക്ടിവേഷൻ എന്താ? നമ്മളുടെ ഡോസേജ് കോമ്പൻസേഷനിൽ വരുന്ന ഒന്നാണ് നമ്മളുടെ എക്സ് ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഫീമെയിൽസിൽ XX മെയിൽസിൽ XY ആവുമ്പോൾ ഫീമെയിൽസിൽ ഒരു എക്സിന്റെ എക്സസ് ഡൊമിനേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ എക്സസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എക്സ് ക്രോമസോമിന് ഇനാക്ടിവേഷൻ വേണ്ടത്. അതിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒന്നാണ് മാക്രോ H2A എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാക്രോ H2A റിപ്രസസ് RNA polymerase 2 ട്രാൻസ്ക്രിപ്ഷൻ ബൈ പ്രിവെന്റിംഗ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഫ്രം ആക്സസിങ് DNA. മാക്രോ H2A ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ് RNA polymerase 2ന്റെ DNA-ലേക്കുള്ള ആക്സസ് പ്രിവെന്റ് ചെയ്തുകൊണ്ട് അവരുടെ ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് അവരുടെ വേറൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ DNA is 1 hypersensitivity കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്താ പറയാ ബാക്കിയുള്ള മെറ്റീരിയൽസിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കണം. അതായത് ഒരു ആക്റ്റീവ് റീജിയൻ ആയിരിക്കണം. ഹിസ്റ്റോൺ വേരിയന്റ് ഒരെണ്ണം വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആക്ഷൻ നടക്കുന്നില്ല എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ബിയും ഡിയും സ്റ്റേറ്റ്മെന്റ്. ബി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഹൈ CpG മീഥൈലേഷനും ഡി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഹൈ ഹിസ്റ്റോൺ അസറ്റിലേഷനും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും നോക്കാം. ഹിസ്റ്റോൺ അസറ്റിലേഷൻ എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്.
ദാറ്റ് ആഡ്സ് അസറ്റൈൽ ഗ്രൂപ്പ് ടു ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. അതായത് ഹിസ്റ്റോൺ അസറ്റിലേഷൻ എന്ന് പറയുമ്പോൾ അസറ്റൈൽ ഗ്രൂപ്പിനെ ഹിസ്റ്റോൺ പ്രോട്ടീൻസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഹിസ്റ്റോൺ അസറ്റിലേഷൻ എന്ന് പറയുന്നത്. ഈ അസറ്റൈൽ ഗ്രൂപ്പിനെ കൊടുക്കുന്ന എൻസൈംസിനെയാണ് നമ്മൾ ഹിസ്റ്റോൺ അസറ്റൈൽ ട്രാൻസ്ഫറേസസ് അല്ലെങ്കിൽ ഹാറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഹിസ്റ്റോണിലേക്ക് അസറ്റൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻസൈംസ് ആണ് ഹിസ്റ്റോൺ അസറ്റൈൽ ട്രാൻസ്ഫറേസസ്. ഓക്കെ, ഹാറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ടൈപ്പ് എ ഓർ ടൈപ്പ് ബി ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ ഇൻ ദ സെല്ല്. സെല്ലിൽ ഈ ഹാറ്റ്സ് എവിടെയാണോ പ്രസന്റ് ആയത് എന്നുള്ളതിന്റെ ബേസിസിൽ ഹാറ്റ്സിനെ എയും ബിയും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോ അങ്ങനെ ഒരു അസറ്റൈൽ ഗ്രൂപ്പിനെ ഹിസ്റ്റോൺസിലേക്ക് ഒരാൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ അസറ്റൈൽ ഗ്രൂപ്പിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള അസറ്റൈൽ ഗ്രൂപ്പിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് ഹിസ്റ്റോൺ ഡി അസറ്റൈലേസസ്. അസറ്റൈൽ ട്രാൻസ്ഫറേസുകൾ ഹിസ്റ്റോണിലേക്ക് അസറ്റൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഹിസ്റ്റോൺ ഡി അസറ്റൈലേസസ് എന്ന് പറയുന്ന ആൾക്കാർ ആ കൊടുത്തിട്ടുള്ള അസറ്റൈൽ ഗ്രൂപ്പിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ദീസ് എൻസൈംസ് റിമൂവ് അസറ്റൈൽ ഗ്രൂപ്പ്സ് ഫ്രം ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. യൂഷ്വലി അസറ്റൈലേഷൻ എന്ന് പറയുന്നത് യൂഷ്വലി ആക്ടിവേഷൻ ആണ്, എല്ലാ കേസിലും അല്ല. ചില പർട്ടിക്കുലർ ഹിസ്റ്റോണിന്റെ പൊസിഷനിലേക്കാണ് അസറ്റൈൽ ഗ്രൂപ്പ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് റിപ്രഷനും ആവാം. യൂഷ്വലി മോസ്റ്റ് ഓഫ് ദി കേസിലും അസറ്റൈലേഷൻ നടക്കുക എന്ന് പറയുന്നത് ആക്ടിവേഷൻ തന്നെയാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇപ്പൊ നമ്മൾ പറയുന്നതിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് CpG ഐലൻഡ്. നമ്മൾ ഓപ്ഷനിൽ CpG ഐലൻഡ് എന്ന് പറഞ്ഞു കണ്ടില്ലേ, ഹൈ CpG മീഥൈലേഷൻ. CpG മീഥൈലേഷൻ എന്ന് പറയുന്നത് CpG ഐലൻഡ്സിന്റെ മീഥൈലേഷൻ ആണ്. CpG ഐലൻഡ്സ് എന്താ? CpG ഐലൻഡ്സ് എന്ന് പറയുന്നത് C+G എന്ന് പറയുന്ന, അതായത് നമ്മളുടെ ബേസിസ് ആയിട്ടുള്ള സൈറ്റോസിൻ പ്ലസ് ഗ്വാനിൻ, ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കാണുന്ന റീജിയൻസിനെയാണ് നമ്മൾ CpG ഐലൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഇവർ യൂഷ്വലി നമ്മളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ജീൻസിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കാണിക്കുന്ന ഒരു ജീൻസിൽ ഒത്തിരി കാണുന്ന ഒരു റീജിയൻ ആയിരിക്കും ഈ പറഞ്ഞ CpG ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ജീൻസിനെ ഇനാക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ CpG എന്ന് പറയുന്ന റീജിയൻസ്, അത് ഒത്തിരി ഉള്ള കാരണം നമ്മൾ അവർ ഐലൻഡ്സ് എന്ന് വിളിക്കുന്നതാണ്. ആ CpG റീജിയനിലേക്ക് മീഥൈലേഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ, ഇപ്പൊ നമ്മൾ തൊട്ടുമ്പോ അസറ്റൈലേഷൻ പറഞ്ഞില്ലേ, അസറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞേ, അതുപോലെ തന്നെ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ മീഥൈലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഫങ്ഷണൽ ആയിട്ട് ഇരിക്കുന്ന ഒരു കണ്ടീഷനിൽ CpG ഐലൻഡ്സ് DNA മീഥൈലേഷൻ അവോയ്ഡ് ചെയ്തിട്ട് ആക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എങ്ങനെയാ ഈ മീഥൈലേഷൻ അവർ അതായത് ആ മീഥൈലേഷൻ അവർ അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡീമീഥൈലേഷൻ സിഗ്നൽസിനെ ഡയറക്റ്റ് ആയിട്ട് എൻകോഡ് ചെയ്തിട്ടായിരിക്കും അവർ മീഥൈലേഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവുക. Alternately, they may escape DNA methylation machinery altogether by hosting DNA binding proteins, notably transcription factors. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ടും അവർ ഈ പറയുന്ന DNA മിഥൈലേഷന്റെ സിഗ്നൽസിനെ, അല്ലെന്നുണ്ടെങ്കിൽ DNA മിഥൈലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും. ഇനി CpG island methylation of gene promoter regions play a major role in regulation of gene expression. അതായത് ഇപ്പൊ നമുക്കൊരു ജീനിന്റെ എക്സ്പ്രഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ CpG ഐലൻഡ്സ് നോൺ മീഥൈലേറ്റഡ് ആയിട്ട് വെക്കുകയും, അല്ല അവിടുത്തെ ജീനിന് ആ പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമിൽ അവിടുത്തെ ജീനിന്റെ എക്സ്പ്രഷൻ നടക്കണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് മീഥൈലേഷൻ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ജീനിന്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. CpG islands have been defined as genomic regions with a minimum of 200 base pairs with percentage G+C, അതായത് ടോട്ടൽ G+C, ജിയും സിയും കൂടിയിട്ടുള്ള പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 50, അതായത് മോർ ദാൻ ഹാഫ്. ഇപ്പൊ നമ്മൾ 4 ന്യൂക്ലിയോടൈഡ്സിനെ പറയുന്നതിൽ 4 ന്യൂക്ലിയോടൈഡ്സിലെ 2 പേരാണല്ലോ ഈ പറഞ്ഞ സിയും ജി എന്ന് പറയുന്നത്. അവർ 2 പേരും കൂടിയിട്ട് മോർ ദാൻ 50% ഒബ്സർവ്ഡ് ബൈ എക്സ്പെക്ടഡ് CpG റേഷ്യോ 60% ആയിട്ട് വരുന്ന രീതിയിൽ അത്രയും മോർ കോൺസെൻട്രേഷനിൽ ഇവരെ കാണുന്നതിനാണ് നമ്മൾ CpG ഐലൻഡ്സ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ഗിവൺ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് റീജിയൻ ഓഫ് യൂകാരിയോട്ട് ക്രോമസോം ഹെവിലി ട്രാൻസ്ക്രൈബ്ഡ് ആണ് ബൈ RNA പോളിമറേസ്. അപ്പൊ അവിടെ വളരെ ഹെവി ആയിട്ട് RNA പോളിമറേസ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ആ ജീൻ ആക്റ്റീവ് ആണെന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ ഹൈ CpG മീഥൈലേഷൻ എന്ന് പറഞ്ഞാൽ CpG ഐലൻഡ്സ് മീഥൈലേറ്റഡ് ആണ്. CpG മീഥൈലേറ്റഡ് ആണെങ്കിൽ എന്ത് പറ്റും?
അവർക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ പറ്റില്ല. കാരണം അവർ ആ ജീൻ ഇനാക്റ്റീവ് ആണ്. അപ്പൊ ഹൈ CpG മീഥൈലേഷൻ എന്തായാലും ഈ പറഞ്ഞ ഹെവിലി ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ജീനിന്റെ പാർട്ട് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബി ഓപ്ഷൻ ഒമിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഹൈ ഹിസ്റ്റോൺ അസിറ്റിലേഷൻ അത് നമുക്ക് എടുക്കാല്ലേ, കാരണം മോസ്റ്റ് ഓഫ് ദ കേസിലും ജനറലൈസ് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മൾ ജനറലി പറയുന്നത് ഹൈ ഹിസ്റ്റോൺ അസിറ്റിലേഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ജീൻസിന്റെ ഭാഗമാണെന്ന് പറയുന്ന കാരണം കൊണ്ട് ഡി ഓപ്ഷൻ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരാം. അപ്പൊ ഡി ഓപ്ഷൻ വരുന്ന 3 ഉണ്ട്. ബിയും സിയും ഡിയും ഡി ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷെ ബി ഓൾറെഡി നമ്മൾ റോങ് ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ എയ്തർ സി ആൻഡ് ഡി അല്ലെങ്കിൽ എ ആൻഡ് ഡി ആയിരിക്കും ഓപ്ഷൻ. ഇനി DNase 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതാണ് എ ഓപ്ഷൻ. DNase 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്താ? DNase 1 എന്ന് പറയുന്ന എൻസൈം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനോട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിരിക്കും ഈ പർട്ടിക്കുലർ ജീൻ കാണിക്കുന്നുണ്ടാവുക. അതായത് DNase 1 ജീൻ DNase 1 എൻസൈം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ DNA ക്ലീവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അവർ വന്ന് ക്ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് ആക്റ്റീവ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുള്ള ഒരു ജീൻ ആയിരിക്കണം അല്ലേ? ഇനി ഒക്യുപ്പൈഡ് ബൈ മാക്രോ H2A. മാക്രോ H2A കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അവരെന്താ ചെയ്യുന്നത്? എക്സ് ക്രോമസോം ഇനാക്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ അങ്ങനെ ഒരു ഇനാക്ടിവേഷൻ നടത്തി വെച്ചിട്ടുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ RNA പോളിമറേസിന് ഈസി ആയിട്ട് വന്ന് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പോ മാക്രോ H2A അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് H2A ക്ലാസിക്കൽ H2A ഹിസ്റ്റോണിന്റെ വേരിയന്റ് ആയിട്ടുള്ള മാക്രോ H2A ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ടാവില്ല. ഹൈ CpG മീഥൈലേഷൻ ഉള്ള സമയത്തും അവിടെ എന്ത് നടക്കുന്നുണ്ടാവില്ല? ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ DNase 1 അവർക്ക് സെൻസിറ്റിവിറ്റി കൂടുതലാണെങ്കിലോ ഹിസ്റ്റോൺ അസിറ്റൈലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിലോ അവർ ആക്റ്റീവ് ആയിട്ടുള്ള ജീൻ ആവാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആൻഡ് ഡി ആയിരിക്കും നമ്മൾ ഇതിന്റെ ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ 4 ആണ് ഇതിന്റെ ആൻസർ വരുന്നുണ്ടാവുക. ഇനി ഇത് കറക്റ്റ് പ്രോപ്പർട്ടീസ് ചോദിക്കുമ്പോഴാണ് എ ആൻഡ് ഡി ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇത് തന്നെ ഇൻകറക്റ്റ് പ്രോപ്പർട്ടീസോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻ വരുന്നുണ്ടാവുക ബി ആൻഡ് സി ആയിരിക്കും. ഓക്കെ, താങ്ക് യു.